ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഈ അച്ഛനും അമ്മൻ്റെയൊക്കെ വിഷമങ്ങൾ കാണുമ്പോഴില്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാകാണ്. ഈ കാലത്ത് ജീവിക്കാൻ എല്ലാവർക്കും പേടിയാകാണ്. കാരണം ഇന്നലെ ആ ദീപക് മരിച്ചപ്പോൾ ആ ഒരു വീഡിയോയോ ഒരു ആത്മഹത്യക്കുറിപ്പോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കാമായിരുന്നു. ഇപ്പം ആ കേസ് എടുക്കാനും നിർവാഹമില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. കേസ് എടുക്കാനും നിർവാഹമില്ല എന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആത്മഹത്യക്കുറിപ്പ് പോലുമില്ല. എന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കേസെടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതില്ല. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൽ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന നാറി ഫെമിനിച്ചി പോസ്റ്റ് ഇന്നലെ വൈറലാകിയ പോലും അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ ഈ മരിച്ച് കിടക്കുമ്പോൾ ദീപക് മരിച്ച് കിടക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇട്ട പോസ്റ്റ് ഞാൻ വായിക്കാം. നന്നായി, കുറേ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. ഇനി തിരിച്ചാകട്ടെ. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ നിർത്താതെ ഇരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും അടക്കി വയ്ക്കുക. അതായത് മരിച്ചതിന് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇത് ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ആ വീഡിയോയിൽ കണ്ട വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമാണ് ഈ പെൺകുട്ടി ചെയ്തത് തെമ്മാടിത്തരമാണെന്ന് വ്യക്തമാണ്. കാരണം ഒരു ആംഗിളിൽ നിന്നല്ല ഇവർ വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ ആംഗിളിലും നിന്നിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത്. രണ്ട് ആംഗിളിലും വെച്ചിട്ട് വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന അത്രയും സമയം വേണോ ഒന്ന് മാറി നിൽക്കാൻ? ഇനി മാറി നിൽക്കണ്ട. ഇവർ തന്നെ ആ ആളുടെ അടുത്ത് പോയി മാറും കാണിച്ച് നിന്നതുകൊണ്ട് ആണ് അതായത് ആ വീഡിയോയിൽ കാണുന്നുണ്ട് നമ്മൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അതുപോലെ ആണെന്നുണ്ട്. അത് എഡിറ്റഡ് വേഷനാണോ എന്ത് വേഷനാണോ നമുക്കറിയില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് എന്നെ ടച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെയാണ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നത്, അല്ലേ? അല്ലാതെ അതിലൊരു മാറ്റമില്ല. എന്നെ ടച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം ആ അടുത്ത് പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ്? വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തിട്ട് നാറ്റിക്കണം, റീച്ച് വേണം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. ആ ഒറ്റ വീഡിയോ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ സംഭവിക്കില്ലായിരുന്നു. അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി ഇറക്കിയ ശേഷമാണ് പുള്ളി ആത്മഹത്യ ചെയ്തത്. നാറ്റിച്ചല്ലോ നാറിയല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതേ ആ ദീപക് എന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ വീഡിയോ ഈ പെൺകുട്ടി നിൽക്കുന്നത് കണ്ടാൽ ആ പുള്ളിയും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിന് ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ചെയ്യുകയാണെന്നല്ല വിചാരിക്കുക. സുഖം അനുഭവിച്ചിരിക്കുകയാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ആ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിൽ അറിയാതെ ആൾ വന്ന് തട്ടുക, അത് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം എല്ലാവരും ഓപ്പണായിട്ട് പറയാൻ മടിക്കുന്നുണ്ട്, പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ മടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. തെറ്റ് സംഭവിക്കാൻ വേണ്ടി കാണിച്ചു നിന്ന് കൊടുത്തതാണ്. അത് ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ സുഖം പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുപോലെയാണ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് അതിലൊരു മാറ്റവുമില്ല. ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ വന്നിട്ട് ഫെമിനിറ്റിയാണല്ലോ. കാരണം ഇതുപോലുള്ള ന്യൂസുകളും കാര്യങ്ങളും വന്നാലേ ഇവർക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. ഇവർക്ക് ഇങ്ങനെ പോയിട്ട് അടുത്ത പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺകുട്ടി ചെയ്ത വീഡിയോ എന്നാണ് മസ്താനി പണ്ട് സവാദ് എതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ടം വിധി എഴുതിയത്. ഒടുവിൽ എന്തായി? സവാദ് പിന്നെയും ക്രൈം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ മസ്താനിയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. ആ വീഡിയോ പുറത്ത് വിട്ടപ്പോൾ എന്തൊക്കെ ആക്രമണമാണ് മസ്താനി നേരിട്ടത് ഓർക്കും. അതായത് മസ്താനിയുടെയും സവാദിൻ്റെ പ്രശ്നത്തിലും ഇതും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടുത്താൻ പറ്റില്ല. കാരണം സവാദ് ഇറങ്ങി ഓടി കണ്ടക്ടർ പിന്നാലെ പോയി പിടിച്ചു, സവാദ് ചെയ്തു. സവാദിനെ ഒരുപാട് പേര് എയറിൽ കയറ്റി സവാദ് തെറ്റുകാരാണെന്ന് തന്നെ പറഞ്ഞു. ഒരു 3-4 പേര് സവാദ് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കേസ് നടന്നപ്പോൾ അവരും കൈവിട്ടു. അപ്പോൾ സവാദ് തെറ്റുകാരനാണെന്ന് അതിലെ കേരളക്കരയിലെ 99.9% ആളുകളും സവാദ് തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് സവാദ് തെറ്റുകാരനാണെന്ന്. ആ കേസും ഈ കേസും കൂടി കിടന്ന് പിണഞ്ഞ് കാക്കണ്ട. അപ്പോൾ ഇവർക്ക് അതായത് എന്നിട്ട് അടുത്തത്
വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട് നോക്കണം. ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവുണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ അങ്ങനെ മരിച്ച ആളോടുള്ള സ്നേഹം കാരണം ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ അമിതാവേശം. അവർക്ക് തെറി പറയാനും ആക്രമിക്കാനും വേറൊരു പെണ്ണിനെ കൂടെ കിട്ടിയതിൻ്റെ ആർത്തിയാണ് എല്ലും കഷ്ണങ്ങൾക്ക് വേണ്ടി അടികൂടുന്ന ആളുകളാണെന്ന്. നിങ്ങൾ ഇന്ന് ആ സ്ത്രീക്കെതിരെ പറയുന്ന ഓരോ വാക്കും ബസ്സിൽ അതിക്രമം ചെയ്യുന്ന ഓരോരോ ആളുകൾക്ക് ഉള്ള വളം ആണ്. അത് തിരിച്ചറിയുക. ഓരോരോ അതിക്രമവും ഇതൊരു ലൈസൻസായി. അതായത് ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നുമല്ല, നിങ്ങൾ ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെയൊന്നും അല്ല. ഒരുപാട് പേര് പിന്നെ ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ആണും പെൺകുട്ടികളും ആൺകുട്ടികളും സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആൾ മരിച്ചത് കൊണ്ടല്ല, മരിക്കുന്നതിന് മുൻപ് തന്നെ, സൂയിസൈഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കുന്ന സമയം വേണ്ടല്ലോ അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കാനെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അടുത്ത ആളൊക്കെ അയാളുടെ പുള്ളിയുടെ കൈയുടെ അടുത്ത് പോയിട്ട് മനഃപൂർവ്വം ടച്ച് ചെയ്യാൻ വേണ്ടി നിന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് വീഡിയോ അവർ തന്നെ, ഞങ്ങൾ ആരും ഇട്ട വീഡിയോ ഇല്ല, അവർ തന്നെ ഇട്ടതാണ്. ഇനി അത് ഒറിജിനൽ വേർഷനാണോ എഡിറ്റഡ് വേർഷനാണോ ആർക്കറിയാം. എഡിറ്റ് ചെയ്തിട്ട് സ്ലോ ആക്കിയിട്ട് വെച്ചതാണെന്ന് ആർക്കറിയാം, ഒന്നും അറിയില്ല. പക്ഷേ ഈ ദീപക് ചെയ്തൊരു മിസ്റ്റേക്ക്, വലിയ മിസ്റ്റേക്കാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ഒരു പരിഹാരമല്ല ഒന്നിനും. ആൾക്ക് ഫൈറ്റ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു ആത്മഹത്യക്കുറിപ്പെങ്കിലും എഴുതിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മഹത്യ ചെയ്തതിനെങ്കിലും ഒരു ഫലം കിട്ടിയിട്ടുണ്ടാവും. അതുമില്ല. ആ അച്ഛനെ അമ്മനെ അനാഥയാക്കി അച്ഛനെ അമ്മനെ കുറിച്ച് ആലോചിച്ചിട്ടെങ്കിലും ആത്മഹത്യ ചെയ്യാതിരിക്കായിരുന്നു. കാരണം ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ദീപക്കിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ദീപക് എന്തിനാ ആത്മഹത്യ ചെയ്തു? അതൊരു ചോദ്യമാണ്. പിന്നെ അഭിനയിക്കാൻ മിടുക്കന്മാരാണ് ബസ്സിൽ അതിക്രമിക്കുന്ന പുരുഷൻ. ഇപ്പം അഭിനയിച്ചതാണല്ലോ അല്ലേ പുള്ളി. എന്തുവാ ശ്രീലക്ഷ്മി ഇറക്കല്ലേ, ഫെമിനിസ്റ്റിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട. അഭിനയിച്ചതാണോ? പുള്ളി മരിച്ചു പോയി. ഇനിയിപ്പോൾ നാളെ തിരിച്ചു വരാൻ പറ്റുമോ അഭിനയിച്ചിട്ട്? രണ്ടാമതായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്ന എത്രത്തോളം നിഷ്കളങ്കം പർപ്പസ്ഫുൾ ആണ് എന്നുള്ളതൊന്നും കൃത്യമായി ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം അറിയാതെ ടച്ച് ചെയ്യുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്യുന്നതിൽ വൈദഗ്ധ്യം ഉള്ളവരാണ് വഷന്മാരായിട്ടുള്ള പുരുഷന്മാർ. ബസ്സിലും ട്രെയിനിലും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ ചുറ്റുപാടത്തിൽ ആളുകൾ വേറെയും നിൽക്കുന്നുണ്ട് എന്ന്. കാണുന്നവർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രൂപത്തിൽ ചെയ്യാൻ അവർക്കറിയാം. അനുഭവിച്ച സ്ത്രീക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നില്ലെന്ന് ആരും പറയുന്നില്ല, സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അടുത്ത് വന്നിരുന്നാൽ വീഡിയോ എടുക്കുക, എന്നിട്ട് പ്രചരിപ്പിക്കുക. ഇതിനു 2 ആഴ്ച മുൻപ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ. 2 ആഴ്ച മുൻപും ഇതുപോലെ ചെറ്റത്തരം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് വീണ്ടും വന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യുന്ന വിചാരിച്ചിട്ടല്ല ചെയ്തത്, സംഭവം സത്യം തന്നെ. പക്ഷേ കുട്ടിക്ക് നല്ല ബോധമുണ്ടല്ലോ. ഈ സാധനം തെളിവെടുത്ത് വെച്ചിട്ട് അങ്ങനെ വല്ല ഉദ്ദേശം നേരെ കേസ് കൊടുക്കാമല്ലോ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാമല്ലോ. ഇത്ര നാറില്ലല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? നാറ്റിക്കണം, സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കണം, നാറ്റിക്കണം. എന്നിട്ട് ആൾക്ക് കുടുംബം ഉണ്ടോന്നോ വേറൊന്നെങ്കിലും ഉണ്ടോന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അച്ഛനും അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒന്നും ചിന്തിക്കുന്നില്ല. അവരുടെ അടുത്ത് പോയി നിന്നിട്ട് ഒരസാൻ നിന്ന് കൊടുത്തിട്ട് ഒരസിയ ശേഷം അവരെ വീഡിയോ എടുത്തിട്ട് നാറ്റിക്കുക. പുതിയ ട്രെൻഡ്, നല്ല ട്രെൻഡാണിത്, നല്ല ട്രെൻഡ്. അങ്ങനെ ഇത് എല്ലാം കൂടി വായിക്കാനൊന്നും വയ്യ. ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുത്. കാരണം കേസെടുത്താൽ നാളെ വേറൊരു പെൺകുട്ടിക്ക് പ്രതികരിക്കാം. എന്തിന് ഇതുപോലെയുള്ള തന്തയില്ലായ്ക ചെയ്യുന്നത്? അതായത് അവനോട് ഒന്ന് മാറി നിൽക്കാൻ പറയുകയോ അല്ലെങ്കിൽ വേറെ ആളോട് സംസാരിക്കുകയോ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നിന്നതാണ്. ആ പുള്ളി ഇവരിയ്ക്കുന്ന അടുത്ത് പോയിട്ട് ഇരുന്നതോ അങ്ങനെയൊന്നുമല്ല. ആ പുള്ളി നിൽക്കുന്ന അതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നതാണ്. അതിൽ വീഡിയോയിൽ വ്യക്തമാണ്. ആ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഒരസാൻ വേണ്ടി നിന്ന് കൊടുത്തതാണ് എന്ന് വ്യക്തമാണ് ആ വീഡിയോയിൽ. അതിലൊരു മാറ്റവുമില്ല. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് ഒരു ചേച്ചി പിന്നെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് മറുപടിയായിട്ട് രാഗരഞ്ജിനി പറഞ്ഞിട്ട്, ശ്രീലക്ഷ്മി നിങ്ങളോട് പറയാനുള്ളത്, ഒരു സ്ത്രീ സ്വന്തം റീച്ചിന് വേണ്ടി മുലയും തള്ളിപ്പിടിച്ച് അങ്ങോട്ട് ചെന്ന് റീൽസ് ചെയ്യുന്നത് പോലെ ഫിൽറ്ററും ഇട്ട് വീഡിയോ എടുത്ത് ഒരു ചെറുപ്പക്കാരൻ മനം നൊന്ന് ആത്മഹത്യ ചെയ്തതിനെയും ഞങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു വരാൻ ഇതല്ല സാഹചര്യം. നിങ്ങൾ ഫെമിനിസം കളിക്കുന്നത് ഞങ്ങളെ വെച്ച് വേണ്ട. ബലാസംഗം
കേസിൽ പ്രതിയായ വേടനോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇവിടെ ഒരു സ്ത്രീ കാരണം ഒരുത്തൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിന് ശേഷം നിങ്ങളുടെ പ്രതികരണം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ നിൽക്കരുത്. സത്യമല്ലേ? ഇവർ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയല്ലേ? ഈ ഫെമിനിസ്റ്റുകളെല്ലാം കൂടി ചെയ്യല്ലേ? വേറെ ആരും വന്നിട്ടില്ല. കൂടുതൽ 1-2 പേർക്ക് ഇവർക്ക് സപ്പോർട്ടുള്ളൂ. പക്ഷേ ഇവരുടെ വീഡിയോ ഈ ഇതിനൊക്കെ ഒരുപാട് പേര് ലൈക്ക് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ ഫെമിനിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചെയ്തത് മണ്ടത്തരമായിപ്പോയി. ദീപക് ചെയ്തത് മണ്ടത്തരമായിപ്പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ എന്താ ചെയ്യുക? ഇങ്ങനെ ഇനിയൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് പെൺകുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് അടുത്ത് ഇടപഴകാനോ അല്ലെങ്കിൽ അടുത്ത് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുമോ എന്ന് പറഞ്ഞാലോ KSRTCയിൽ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി അടുത്തിരിക്കാനോ ഒന്നും നിൽക്കരുത്. ഇനി അവർ വന്ന് ഇരിക്കാൻ വരികയാണെങ്കിൽ ഒന്ന് എണീക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണീച്ച് മാറിയിരിക്കുക. മാന്യമായിട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. അത് ചെയ്താൽ നല്ലത്. നമ്മൾ ബസ്സിൽ കൂടുതൽ പോകുന്നില്ല, എന്നാലും ബസ്സിൽ പോകുന്ന KSRTCയിൽ മെയിനായിട്ട് ഇത് സംഭവിക്കുന്നത് കൂടുതൽ. ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ അടുത്ത്, കാരണം ഇപ്പോഴത്തെ ട്രെൻഡിൽ എല്ലാവരും വന്ന് ആണും പെണ്ണൊക്കെ അടുത്തുള്ള സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് ഇരിക്കുന്ന സമയത്ത് അറിയാതെ ടച്ച് ആവുകയോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുന്നിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കുകയോ ചെയ്തിട്ട് അടുത്തിരുന്നിട്ട് എന്തെങ്കിലും നോണ്ടിയാൽ നമ്മളറിയാതെ, ആണുങ്ങളുടെ വീക്ക്നെസ് അതാണല്ലോ, മെയിനായിട്ട് സംഭവിക്കുന്നതാണല്ലോ, അറിയാതെ അവരിലേക്ക് പോയാൽ അവരത് വീഡിയോ എടുക്കുന്നുണ്ടാവും, നമ്മളറിയില്ല. അത് കഴിഞ്ഞ് വീഡിയോ വൈറലാകുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നേരെ പോയിട്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും. ചിലവർക്ക് ഫൈറ്റ് ചെയ്യാം. ഇത് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യാനും ദീപക്കിന് പറ്റില്ല. കാരണം ഇത് വീഡിയോ ഉണ്ട്, ടച്ച് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒരു പെണ്ണ് തള്ളി നിൽക്കുകയാണ്, അത് മാത്രമേ വീഡിയോ ഉള്ളൂ, വേറൊരു തെളിവുമില്ല. അപ്പോൾ കേസിന് പോയാൽ ചിലപ്പോൾ കേസ് നീണ്ടു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും ആള്. അതുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തത്. അപ്പോൾ എന്തായാലും ആത്മഹത്യ ഒരു പരിഹാരമല്ലായിരുന്നു. എന്തായാലും സംഭവിച്ചു പോയി. ഇനിയെങ്കിലും ആണുങ്ങളെന്ന് ഒരു കരുതിയിരിക്കുക, അത്രയും നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതുപോലെയുള്ള ശ്രീലക്ഷ്മി അറക്കിലെ പോലെയുള്ള ഫെമിനിസ്റ്റുകൾ ഇനിയും ഉണ്ടാവും. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വഴിമാറി പോവുക, നല്ല മുഖം ഓർത്ത് വയ്ക്കുക ഇതാണ് ആള് എന്ന്, എന്നിട്ട് പെടുത്താൻ വേണ്ടി നോക്കും. ശ്രദ്ധിക്കുക, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.